പാത്രത്തിൽ അഴുക്കിരിക്കുന്നു പറഞ്ഞിട്ട് എന്തൊക്കെ നാടകങ്ങളാണ് ഇവന്മാർ ഇവിടെ കാണിച്ചു കൂട്ടിയത്. ഇപ്പം 3 പേരിവിടെ നിന്നിട്ട് തയ്യാറാക്കുന്നത് നോക്കി. ഇപ്പോൾ ഇവന്മാർക്കൊരു പ്രശ്നവും ഇല്ലയോ? ഇപ്പോൾ അതിനകത്ത് അഴുക്കൊന്നും ഇല്ലേ? ഇവന്മാർ എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞു കൂട്ടിയത്? അപ്പോൾ ഇതെല്ലാം ഇവന്മാരുടെ ഡ്രാമയല്ലായിരുന്നു. കള്ളന്മാരാണെന്ന് ഇവന്മാരെ ഒരു കാരണവശാലും ഇനി വിശ്വസിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇവന്മാരുടെ ഒരു പരിപാടി ഇവിടെ നടക്കത്തില്ല. ഇവന്മാർക്ക് അങ്ങനെ വിട്ടുകൊടുത്താൽ പറ്റത്തില്ല. അങ്ങനെ 3 പേരോട് ഇരുന്നിട്ട് ചർച്ച ചെയ്യുകയാണ്. ആദില, നൂറ, നമ്മുടെ അനുമോള്. നൂറ പറയുന്നുണ്ട് അത്രയും പ്രശ്നം ഉണ്ടായ ഷാനവാസൊക്കെ അവിടെ കിടന്ന് വിറയ്ക്കുന്നു. അപ്പോൾ ഇവന്മാർ പറയാണ് അത് അയാളുടെ ഡ്രാമയാണെന്ന്. ഒരാൾ സുഖമില്ലാതെ വിറയ്ക്കുന്നു, അയാൾക്ക് എന്ത് സംഭവിക്കാം. അത്ര ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ ഇവന്മാരുടെ ഒരു മാനസികാവസ്ഥ എന്തൊരു, ഇവന്മാർ ഒരു ശകലമെങ്കിലും മനുഷ്യത്വം എന്ന് പറയുന്ന സാധനം ഇവന്മാർക്കുണ്ടോ? ഇവന്മാർക്ക് മനുഷ്യത്വം എന്ന് പറയുന്നത് ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇവന്മാർ സംസാരിക്കുമോ? അപ്പോൾ ഇവിടെ ആരാ ഡ്രാമ കളിക്കുന്നത്? ഇവന്മാരല്ലേ ഡ്രാമ കളിക്കുന്നത്? ഇനി ഇവന്മാർ ഒറ്റയ്ക്ക് തന്നെ വെച്ച് കഴിക്കട്ടെ. ഒരാൾ പോയി കിട്ടുവാണെന്നുണ്ടെങ്കിൽ അയാളുടെയും കൂടെ ഭക്ഷണം കിട്ടുമല്ലോ, അതും കൂടെ എടുത്തിട്ട് ഇവന്മാർ കയറ്റട്ടെ, അല്ലെ ഇവന്മാർ തിന്നട്ടെ എന്നൊക്കെ നൂറ ഇരുന്ന് പറയുന്നുണ്ട്. രാവിലെ ഷാനവാസും നെവിനും കൂടി കിച്ചണിലുണ്ടായ സംഘർഷത്തെ തുടർന്ന് ഷാനവാസ് ഹോസ്പിറ്റലായിരിക്കുകയാണ്. അതൊരു വലിയ വിഷയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നെവിനെ വിളിച്ചിട്ട് ബിഗ് ബോസ് വാണിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതും ഇവിടുന്ന് ഒരാളെ പറഞ്ഞയക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഒരു വട്ടം നെവിൻ ഇവിടുന്ന് ഇറങ്ങിപ്പോയ ഒരു വ്യക്തിയാണ്. എന്നിട്ടും പിന്നെയും അയാളെ തിരിച്ചെടുത്തതാണ് ബിഗ് ബോസ്. വീണ്ടും അയാൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ തുടർന്നു കഴിഞ്ഞാൽ ഇനി അയാളെ നിയമപരമായി ഈ വീട്ടിൽ നിന്നും ഇറക്കി വിടുമെന്നുള്ള ഒരു വാണിംഗാണ് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷമാണ് ലിവിങ് റൂമിൽ നിന്ന് നേരെ കിച്ചണിലേക്ക് വന്നിട്ട് മൂവർ സംഘം കുക്കിംഗ് തുടങ്ങി. ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇനി ഇവിടുത്തെ ഒരാഹാരവും ഞങ്ങൾ കഴിക്കുന്നില്ലെന്നുള്ള തീരുമാനത്തിലാണ് 3 പെൺകുട്ടികളും. ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ഞങ്ങൾക്ക് വേണ്ട, നമ്മൾ സ്വയം എന്തെങ്കിലും കഴിക്കും, അത്രയേ ഉള്ളൂ. അനുമോള് പറയുന്നുണ്ട് ഞാൻ പഴം മാത്രമേ കഴിക്കുന്നുള്ളൂ, എനിക്കൊരു പ്രശ്നമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കഴിക്കൂ, എനിക്ക് വേണ്ടാന്ന് അനുമോള് തീർത്ത് പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഇവർ 3 പേരും പറയുന്നുണ്ട് ഒരു ചെറിയ പൊടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ പാത്രം ഇത്രയും കൂടെ കഴിവണമെന്നും പറഞ്ഞിട്ടുണ്ടാക്കിയ കിച്ചണിലെ വഴക്ക് എത്രമാത്രം പ്രശ്നത്തിലേക്കാണ് പോയിരിക്കുന്നത്. ഒരാളുടെ ഹെൽത്തിന് തന്നെ ഇഷ്യൂ ഉണ്ടാക്കി വെച്ചിട്ട് ഇവന്മാർ എന്തോ കിച്ചണിൽ നിന്നിട്ട് ഉണ്ടാക്കുന്നത്. എന്തിനാണ് ഇവന്മാർ ആഹാരം ഇനി ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കുന്നത്?